ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. പുതിയ വ്യവസ്ഥകൾ തത്വത്തിൽ അംഗീകരിച്ചു. സംസ്ഥാന സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിനും അർഹതയുണ്ട്. ഷീജ ചേരുകയാണ്. ഷീജ, ഇത്തരത്തിലൊരു പരിഷ്കരണം മതി പറഞ്ഞതുപോലെ തന്നെ ആശ്രിതർക്ക് കൂടുതൽ സ്വീകാര്യമായ തരത്തിലാണോ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് വ്യവസ്ഥകൾ? അതിന് പ്രധാനമായും സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരമുള്ള ആശ്രിത നിയമന വ്യവസ്ഥകൾ ഇത് പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ട്. ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ ഈ നിയമനം നൽകാനാണ് നിലവിൽ പരിഷ്കരിച്ച പ്രകാരമുള്ള തീരുമാനം എന്ന് പറയുന്നത്. ഇൻവാലിഡ് പെൻഷനറായ ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. സർവീസ് നീട്ടിക്കൊടുക്കൽ വഴിയോ പുനർനിയമനം മുഖേനയോ സർവീസിൽ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരണമടയുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയുണ്ട് എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ രീതിയിൽ സമഗ്രമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആശ്രിത നിയമനത്തിനുള്ള വ്യവസ്ഥകൾ സർക്കാർ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.